പുലർച്ചെ 6:30 ഞാൻ വടക്കുന്നാഥിന്റെ തിരുനടയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. എന്തിനാണെന്നറിയോ? ഇത്തവണത്തെ അത്തനാളിൽ, അതായത് 2026 ഓണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തൃശ്ശൂരിൽ ഒരുങ്ങുന്ന അത്തപ്പൂക്കളം കാണാൻ. അത്തപ്പൂക്കളം എന്ന് പറഞ്ഞാൽ നിസ്സാര അത്തപ്പൂക്കളം ഒന്നുമില്ല കേട്ടോ, മഹാ അത്തപ്പൂക്കളമാണ്. ഒരു വലിയ സൗഹൃദ കൂട്ടത്തിന്റെ അവിശ്വസനീയമായ ഒരു പ്രയത്നം കൂടിയാണിത്. ക്യാമറയിൽ ഞാൻ പകർത്തുന്ന ഈ കാഴ്ചകൾ വെറും ദൃശ്യങ്ങളല്ല കേട്ടാ, ഒരു വലിയ അനുഭവം തന്നെയാണ്. പൂക്കളം ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് മുതലേ ഈ പൂക്കളം ഇടുന്നത് അവസാനിക്കുന്നത് ഏകദേശം ഒരു 10-10:30 അതുവരെയുള്ള ഇവിടുത്തെ കാഴ്ചകൾ കംപ്ലീറ്റ് നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ. പ്ലീസ് വാച്ച്. പതിനെട്ട് വർഷമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നതാണ്. പുലർച്ചെ 3 മണി തൊട്ട് പൂട്ട് കൊടുക്കും. പിന്നെ ഒരു 1.5 ടൺ പൂ വരും. 60 അടിയോളം വ്യാസമുണ്ട്. ഒരുപാട് ആൾക്കാരുടെ പ്രയത്നമാണ്. ഒരു വ്യക്തിയുടെ അല്ല, എല്ലാവരും കൂടി പ്രയത്നമാണ്. തൃശ്ശൂർക്കാർക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിപൊളി ആഘോഷമാണ്. ഒരു എന്താ പറയുക, ഏറ്റവും ബ്യൂട്ടിഫുൾ സെലിബ്രേഷൻ ചെയ്യുന്ന സ്ഥലം ഓണം തൃശ്ശൂരായിരിക്കും. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത്രയും ഭംഗിയുള്ളൊരു പൂക്കളം വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഇതിനും വലുതും ഗിന്നസ് റെക്കോർഡുള്ളതൊക്കെ കോഴിക്കോടുണ്ട്. പക്ഷേ ഈ ഒരു ഫ്രെയിമിൻ്റെ പുറകിൽ ഈ ഒരു ഭംഗിയിൽ ഇത്രയും അധികം ജനത്തിരക്കിൽ ഒരു പൂരത്തിൻ്റെ ആരവത്തോടുകൂടി അവിടെ പൂക്കളം എല്ലാവരും ആഘോഷിക്കുന്നത്. അതൊരു കൂട്ടായ്മക്കാർ, സായാഹ്ന സന്ധ്യ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മക്കാർ ചെയ്യുന്ന, പക്ഷെ എല്ലാവരും ആ ആഘോഷത്തിൻ്റെ കൂടെയാണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം വിഷസ്. പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ്ങും പാർട്ടിസിപ്പേറ്ററി ഫണ്ടിങ്, അതാണ് ക്രൗഡ് ഫണ്ടിങ്. ഈ ക്രൗഡ് ഫണ്ടിങ് ആണ് ഇവിടെ നടക്കുന്നത്. കാരണം പലരും തരികയാണ് കാശ്, പലരും തരും. ഒരു കാശാരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ ക്രൗഡ് ഫണ്ടിങ് വന്നു. ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ താങ്കളൊരു 10 രൂപ കൊടുത്താലും അത് ഫണ്ടായി. അപ്പോൾ നമ്മൾ വലിയ കാശാരെ ഡിപ്പെൻഡ് ചെയ്യണ്ട. 1. 2 പാർട്ടിസിപ്പേറ്ററി. കാരണം ഇന്നലെ ഈ പൂവുണ്ടല്ലോ സുഹൃത്തെ, ചാക്കണക്കിന് പൂവ് ഉപയോഗിച്ചു. ഈ ചാക്കണക്കിന് പൂവ് എങ്ങനെയാണ് നമുക്ക്, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും കൂടിയിട്ട് കട്ട് ചെയ്യാൻ പറ്റുക? പൂ കട്ട് ചെയ്യണം, എല്ലാ പൂവും കട്ട് ചെയ്യണം, ചെറുതാക്കണം. വലിയ പണിയത്. ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ പണിയുണ്ട് ഈ പൂ കട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ എന്ത് വേണം? അപ്പോൾ എന്ത് ഈ അടുത്തടുത്ത് കോളേജ് സ്കൂളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ വെക്കേഷനായി ഹോസ്റ്റലിലേക്ക് കുറേ സ്ഥലത്ത് പെൺകുട്ടികളൊക്കെ ഉണ്ടാവും. പെൺകുട്ടി വേണം ഈ കാര്യത്തിന്. ആൺപിള്ളേർ കുറച്ച് നെറ്റ് പോകാൻ. പെൺകുട്ടികൾ വന്നിട്ട് കത്തിര നമ്മൾ കൊടുക്കും, അവരിരുന്നതിനെ കട്ട് ചെയ്യും രാത്രി. അപ്പോൾ അവർ രാത്രി ഇപ്രാവശ്യം ഞങ്ങൾ നേരത്തെ തുടങ്ങി. അപ്പോൾ ഒരു 6-6:30 മണിക്ക് തുടങ്ങിയപ്പോൾ പെൺകുട്ടികൾ വന്നു. പല കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ അത്രയും കോളേജസ് തൃശ്ശൂരുണ്ട്. അവർ വന്ന് വെറുതെ വന്ന് കട്ട് ചെയ്യും. ഇവിടെ വന്ന മോളെ എന്ന് പറഞ്ഞാൽ മതി, വിളിക്കണം അവരെ, അല്ലെങ്കിൽ അവർക്ക് ബൈക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇത് ചെല്ലാൻ പറ്റുമെന്ന്. അങ്ങനെ അവർ കട്ട് ചെയ്യും. ആ കട്ട് ചെയ്തിട്ട് ആ പൂവാണ് ഇവിടെ ഇടുന്നത്. ഇവിടെ വരുന്ന ഒരാളുണ്ടെങ്കിൽ ഇപ്പോൾ ആര് വേണം, ഏത് ജാതിക്ക്, ക്രിസ്ത്യാനിയിലും വേണ്ടില്ല, മുസൽമാനും വേണ്ടില്ല, ഹിന്ദു ആയാലും വേണ്ടില്ല, ഇവർ ഒന്നിട്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് വന്നിടും. അപ്പോൾ ഒരുത്തൻ നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. കാരണം ഇതിൻ്റെ സ്കെച്ച് വരച്ചാൽ മതി. മറ്റെല്ലാവരും പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ്, അതാണ് ഇതിൻ്റെ. അപ്പോൾ ഈ 2 കാര്യം നിങ്ങൾ പഠിക്കണം. പുതിയ കാലഘട്ടത്തിൽ വേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ പാർട്ടി സമരം കണ്ടില്ലേ? പാർട്ടി സമരം ആരും നടത്തിയത്? ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല, ഒരു നേതാവും ഇല്ല, വെറും വാട്സപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ പുതിയ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പാർട്ടി സമരം. അവരെത്ര വലിയ എസ്റ്റാബ്ലിഷ് ചെയ്ത രാഷ്ട്രീയ പാർട്ടീനെ താഴ്ത്തിടൂ. കോൺഗ്രസ് CPM ഞാൻ പറഞ്ഞു അതൊന്നും ഇല്ല. BJP ആണ് സ്ട്രോങ് ആയി നിൽക്കുന്നത്. RSS വരെ ഉണ്ട്. കാരണം എന്തുകൊണ്ട് RSSൻ്റെ മേധാവിയോടെ വന്നു? കാരണം എന്താ, ഈ സംഗതി കണ്ടു ഞെട്ടിപ്പോയി അദ്ദേഹം മോഹൻ ഞെട്ടിപ്പോയി. കാരണം എന്തുകൊണ്ട്, അങ്ങോട്ട് RSSൻ്റെ ഹെഡാണ്, അങ്ങോട്ട് വരെ ഞെട്ടിപ്പോയി. ഇതെന്തെങ്ങനെ ആൾക്കാർ വരുന്നത്? അപ്പോൾ ഇതാണ് ഈ പുതിയ കാലഘട്ടം. ആ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രതീകമാണ് താങ്കളിപ്പോൾ കണ്ട ഈ പൂവ്. അത് ഒരു വ്യക്തിയുടെ അല്ല, ഇത് നമുക്ക് ഏത് നാട്ടിലും ചെയ്യാം, ഏത് കൊച്ചു നാട്ടിലും ചെയ്യാം. അതിന് വേണ്ടത് കാശൊന്നും ആദ്യം വേണ്ട സുഹൃത്തെ. കാശൊന്നും ഉണ്ടായിട്ടല്ലേ സമരം നടത്തിയത്. മഹാത്മാഗാന്ധി സമരം നടത്തിയത് അങ്ങനെയാണ്. കാരണം വലിയ ടീമിനൊന്നും ആയിരുന്നില്ല. സുഭാഷ് ചന്ദ്രബോസ് ടീമുണ്ടാക്കി യുദ്ധം, ഇതൊന്നും ചെയ്തില്ല. വരൂ നമുക്കൊരു ഗാന്ധി ചോദിക്കും, സ്വർണ്ണിട്ട് ഒരു പെൺകുട്ടി വന്ന ഗാന്ധി ചോദിക്കും ആ വള തരാൻ. അല്ലെങ്കിൽ ഒരു കാർത്തിയാനിയുണ്ട്, ഇവിടെ കാർത്തിയാനിയുണ്ട്, അവരടുത്ത് പറഞ്ഞു ഇങ്ങോട്ട് വന്നേ, നിങ്ങൾ ആ ചെയിൻ തരാൻ പറഞ്ഞു.
ഇങ്ങനെയാണ് ഗാന്ധി സമരം നയിച്ചത്. ആരും കാശ് തരാണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഇന്ത്യക്ക് ഒരു പാരമ്പര്യമുണ്ട്. ഇന്ത്യൻ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ വലിയ ടീമല്ല, എല്ലാവരും കൂടിയിട്ടാണ് സമരം നടത്തിയത്. അത് കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, CPM ഉണ്ട്, എല്ലാം ഉണ്ട്. മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയൊക്കെ സമരത്തിലുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ തേക്കിൻകാട് മൈതാനത്തിൽ ഇത് നടക്കുന്നത്. അപ്പോൾ അത് ആളുകൾ വരിക, പങ്കെടുക്കുക, കൂടുക, പങ്കെടുക്കുക. അപ്പോൾ ഇതൊരു മേളയാണിത്.